ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ഇന്നത്തെ എണ്ണത്തോണി, അത് നമ്മുടെ കാഞ്ചനയുടെ പണി ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതം മാറ്റിമറിക്കുകയാണ്. ശരിക്കും അവർ ആ ഒരു നമ്മുടെ ഗീതുവിനെ പരിചരിക്കുന്ന, രാധികയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഗീതുവിനെ പരിചരിക്കുന്ന ഗോവിന്ദിനെയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാധികാമ്മ എതിർത്തിട്ട് കൂടി നമ്മുടെ ഗീതുവിനെ പൊന്നുപോലെ നോക്കണ ഗോവിന്ദ്. എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്കൊന്ന് കടന്നാലോ? വിശദമായതൊന്നുമല്ല, എന്നാലും ചെറിയൊരു വിശദമായ കഥ, അത്രേ ഉള്ളൂ. അങ്ങനെ എണ്ണത്തോണിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് നമ്മുടെ അയ്യപ്പൻ നായർ വരുന്നു. അയ്യപ്പൻ നായർ വന്നപ്പോൾ രേഖ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, അയ്യോ അങ്ങോട്ടേക്ക് പോകല്ലേ എന്നും പറഞ്ഞിട്ട്. അവസാനം ആ തോട്ടി നീട്ടി കൊടുത്തിട്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഗോവിന്ദിനെയും ഗീതുവിനെയും അവിടെ നിന്ന് പിടിച്ച് കയറ്റുകയാണ്. ഗോവിന്ദും ഗീതുവിനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞതും ഗീതുവിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടതും ഗോവിന്ദ് പതുക്കെ പിടിച്ച് ഗീതുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് ആ എണ്ണത്തോണിക്കകത്ത് കടന്ന് തുഴയുകയാണ് നമ്മുടെ രാധിക മാമിയും കാഞ്ചനയും. രാധിക മാമി എങ്ങനെയും എഴുന്നേക്കാൻ നോക്കും, കാഞ്ചന പിടിച്ച് താഴെയിടും. ആ ഒരവസ്ഥയിലാണ്. അവസാനം നമ്മുടെ അയ്യപ്പൻ നായർ ഇവരെയും പിടിച്ച് കരയ്ക്ക് കയറ്റി, വരുണമൊക്കെ കൂടി ഇവരെയും പിടിച്ച് കരയ്ക്ക് കയറ്റി. എന്നിട്ട് നമ്മുടെ ഗീതുവിനെ പതുക്കെ അവൻ താഴത്തെ റൂമിൽ തന്നെ, മുകളിലേക്ക് കയറ്റാതെ താഴത്തെ റൂമിൽ തന്നെ കൊണ്ടുപോവുകയാണ്. റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി പതുക്കെ ബാമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ആ സമയത്ത് ശരിക്കും തന്നെ പരിപാലിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനെ തന്നെയാണ് ഗീതുവിന് ഗോവിന്ദിനിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഗീതു ആ ഒരു പ്രണയത്തോടെ, ഇഷ്ടത്തോടെ, ആ ഒരു അഭിനയമല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഗോവിന്ദിൻ്റെ ആ ഒരു പരിചരണം, കാലിൽ ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കുന്നത്, ഞാൻ തേച്ചോളാം എന്നൊക്കെ ഗീതു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഗോവിന്ദ് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് താൻ റെസ്റ്റ് എടുത്തോ, ഇനി ഇന്നങ്ങോട്ടും പോകണ്ട, കാലിന് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നടുവും താങ്ങി പിടിച്ചുകൊണ്ട് നമ്മുടെ രാധികാമ്മ, നീ എന്തിനാണ് അവളെ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ട് കിടത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വയ്യല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ. അവളുടെ വയ്യായി അതൊക്കെ വെറുതെ അവൾ അഭിനയിക്കുന്നതാണ്, ഡിവോഴ്സിൽ നിന്ന് നിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എന്തിനാമ്മ അവളോട് ഇങ്ങനെ ശത്രുതയും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്നത്? അമ്മയെ പോലീസിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടുത്തിയതല്ലേ അവളുടെ വയ്യായികയിൽ നമ്മൾ അവളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അമ്മ അനുഭവിച്ചോ? ഇതിലപ്പുറം നടക്കുന്ന എനിക്കറിയായിരുന്നു, അമ്മ അനുഭവിച്ചോ എന്നിങ്ങനെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, അടുത്തൊരു വഴിയുണ്ട് രാധികമ്മേ എന്ന് കാഞ്ചന പറഞ്ഞപ്പോൾ നിൻ്റെ വഴി എൻ്റെ നടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഗോവിന്ദ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഗീതുവിനെ പരിചരിക്കുന്നതും ഒക്കെ. ഇനി അങ്ങോട്ടേക്ക് അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്ന നിമിഷങ്ങളൊക്കെയാണ്. അങ്ങോട്ടേക്ക് രണ്ടുപേരും തമ്മിലുള്ള പ്രണയം, പറയാതെ പറയുന്ന പ്രണയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. കുറച്ചുകൂടി വലിയൊരു പ്രമോ നമ്മുടെ അല്ലു സ്റ്റോറിക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. അപ്പോൾ 2 ചാനലും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കോട്ടോ. നമുക്ക് ഒരു റീച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, 55K സബ്സ്ക്രൈബറുള്ള ചാനലാണ്. അപ്പോൾ റീച്ച് കുറേ നാൾ ചെയ്യാതിരുന്നുകൊണ്ടാണ്, റീച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തും ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കുക, ഒന്ന് ലൈക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ റീച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചാനലിലും മിനിമൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ കാത്തിരിക്കുക. സി യു അഗെയിൻ. താങ്ക് യു.